വെൽക്കം ഓൾ ഓഫ് യു. പ്രോസസ് കോസ്റ്റിങ്ങിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ് ഗെയിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോസസ് ലോസ് ഗെയിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1000 യൂണിറ്റ്സ് ആണ്. നമുക്കറിയാം പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ 10% ലോസ് ഉണ്ടായിരിക്കും. സോ 1000 യൂണിറ്റിൻ്റെ 10% 100, ഇതിനെയാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 900 യൂണിറ്റ്. അത് നോർമൽ ഔട്ട്പുട്ടാണ്. നമുക്ക് കിട്ടിയത് 950 അപ്പോൾ കൂടുതൽ കിട്ടി. സോ ആ ഏറെ കിട്ടിയ 50, അതിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനാണ്. അബ്നോർമൽ ലോസിൻ്റെ കണ്ടുപിടിച്ച അതേപോലെ തന്നെ ഒരു മാറ്റമില്ല, ചെറിയൊരു വ്യത്യാസം ഇവിടെ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ ആക്കിയാൽ മതി. ഓക്കെ, ബാക്കിയൊന്നും മാറ്റില്ല. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ക് ചെയ്ത് നോക്കാം. എ പ്രൊഡക്റ്റ് passes through two distinct processes P and Q. From the following particulars, prepare the process account and abnormal loss gain account. രണ്ട് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ട് പ്രോസസ് അക്കൗണ്ടും എന്തായാലും വരയ്ക്കണമല്ലോ. യൂണിറ്റ്സ് ഇഷ്യൂഡ് ടു പ്രോസസ് P 10,000 യൂണിറ്റ്സ് അറ്റ് ₹10 ഈച്ച്. അപ്പോൾ 10,000 × 10 അത്രയാണ് പിയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ദെൻ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കി അങ്ങനെ അടുത്ത പ്രോസസ് Q ആണ്. അങ്ങനെ 2 പ്രോസസ്സോട് കൂടി അത് തീരുന്നുണ്ട്. അപ്പോൾ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. പിയിൽ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് തന്നിട്ടുള്ളത്? മെറ്റീരിയൽ, വേജസ്, ഓവർഹെഡ്. ഓക്കെ, ഇതൊക്കെ ഡെബിറ്റ് ഭാഗത്ത് വരുന്നതാണ്. ദെൻ നോർമൽ വേസ്റ്റേജ് 5% ആണ് വേസ്റ്റേജ്. അപ്പോൾ ഇതാണ് നോർമൽ ലോസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇത് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. 5% 5% എന്ന് പറയുമ്പോൾ ഇൻപുട്ടിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നത്. അതായത് ഈ 10,000 ഇൻപുട്ട്, 10,000 ഇൻപുട്ടിൻ്റെ 5% എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? 10,000ൻ്റെ 5% എന്ന് പറയുകയാണെങ്കിൽ 500 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എന്ത് നോർമൽ ലോസിൻ്റെ യൂണിറ്റായിട്ട് 500 വരിക, 500 യൂണിറ്റ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതിനൊരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ട് 4 വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കോളത്തിൽ 4 × 500 2000 വരും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കണക്ക് ചെയ്യുമ്പോൾ നേരിട്ട് എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 9300. ഓക്കെ, ഇത് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് തന്നെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പ്രോസസ് Q എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു 3 കാര്യം ഡെബിറ്റ് ഭാഗത്തും അതുപോലെ തന്നെ ഈ 2 കാര്യം എന്താണ് ക്രെഡിറ്റ് ഭാഗത്തും കാണിക്കും. പ്രോസസ് Qയും ഇതുപോലെ തന്നെയാണ്. മെറ്റീരിയൽ, വേജസ്, ഓവർഹെഡ്, പിന്നെ 5% എന്തുന്നുണ്ട്? യൂണിറ്റിൻ്റെ 5% നോർമൽ ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോസ് നേർക്ക് ഈ 10,000ൻ്റെ ഡയറക്റ്റായിട്ട് എടുക്കരുത് കേട്ടോ. കാരണം ഈ പ്രോസസ് Pന്ന് പ്രോസസ് Qയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ഒരു യൂണിറ്റ് ഉണ്ടാവും, ഇൻപുട്ടായിട്ട് ലാസ്റ്റ് വരുന്നത്. കണക്ക് ചെയ്യുമ്പോൾ നോക്കാം നമുക്ക്. അതിൻ്റെ പുറത്താണ് ഈ 5% എടുക്കേണ്ടത്. ഓക്കെ, അതിന് എത്ര ഉണ്ട്? 10 സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. ദെൻ 9,000 ഔട്ട്പുട്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ ഇതിനെ ആൻസർ ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. സാധാ പോലെ നമ്മൾ ചെയ്യുന്നു. യൂണിറ്റ്സ് ഇഷ്യൂഡ് അല്ലെങ്കിൽ ഇൻപുട്ട് എത്രയാണ്? 10,000 ആണ്. അതിന് 10 വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 1,00,000. ദെൻ മെറ്റീരിയൽ, വേജസ്, ഓവർഹെഡ് ഒക്കെ എഴുതി. ഓക്കെ, നോർമൽ ലോസ് ക്രെഡിറ്റ് ഭാഗത്ത് വരും. നമുക്കറിയാം 10,000ൻ്റെ 5% 500. അതിന് 4 സ്ക്രാപ്പ് വാല്യൂ വെച്ചു 2000 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ അബ്നോർമൽ ലോസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, അടക്കട്ടെ. നമുക്ക് പിന്നെ തന്നത് ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണം? നമ്മൾ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 9300. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് പ്രോസസ് Pൻ്റെ വർക്കൗട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തത്. 10,000 ഇൻപുട്ട് ചെയ്തു അല്ലേ? അതിൽ 500 നോർമൽ ലോസ് ആണ്, ഇതാണ്. ദെൻ ബാക്കി നോർമൽ ഔട്ട്പുട്ട് 9500 ഉണ്ട്. അതിൽ നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 9300 ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വൽ ലോസ് എത്ര ഉണ്ട്? അല്ലെങ്കിൽ എന്താണ് അബ്നോർമൽ ലോസ് എത്ര ഉണ്ട്?
200. അങ്ങനെ ഇത് കിട്ടി. ഓക്കെ, ഇതല്ലാത്ത രീതിയിൽ കാണാം കേട്ടോ. ഈ ഒരു 10,000 ഇങ്ങോട്ട് ഇറക്കി എഴുതി ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ദെൻ വ്യത്യാസം ഇവിടെ ഇങ്ങനെ കിട്ടും. അതിലേറെ നല്ലത് ഈ മെത്തേഡിലാണ്. കാരണം നിങ്ങൾക്കിത് അടുത്ത വാല്യൂ കാണണമെങ്കിൽ ഈ നോർമൽ ഔട്ട്പുട്ടൊക്കെ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പഠിക്കുകയാണ് നല്ലത്. ഓക്കെ, ദെൻ നമുക്ക് അതും കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എന്തൊക്കെയായി, ഈ ഭാഗം കംപ്ലീറ്റ് ആയി, ഇവിടെ ആയി, ഇത്രയായി. ഇനി നമുക്ക് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ ഇതെങ്ങനെ കിട്ടുക നോക്കണം. അപ്പോൾ നമുക്ക് എന്താണ് അതിന് ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് 1,73,000 ആണ്. അതിന് സ്ക്രാപ്പ് വാല്യൂ പോകണം 2,000 അല്ലേ. അപ്പോൾ ഇവിടെ 73,000, 1,73,000, ഈ 2,000 കൂടി ഇവിടെ കുറയ്ക്കണം കേട്ടോ, അവിടെ വിട്ടുപോയതാണ്. ഓക്കെ, 1,73,000 മൈനസ് 2,000 ഡിവൈഡ് ബൈ 9,500. ഏതാണ് 9,500 എന്ന് പറയുന്നത് നോർമൽ ഔട്ട്പുട്ടാണ്. ഇവിടെ ഉണ്ട് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു 200 എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് ഇതാ, ആ യൂണിറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ, 2 ഭാഗത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് എന്താണ് 3,600 കിട്ടും കേട്ടോ. ഓക്കെ, സോ 3,600 കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഏകദേശം ഒക്കെ ആയി നമ്മളിത്. വ്യത്യാസം ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ ഓക്കെയാണ്. പിന്നെ ഇവിടെ നോക്കിയിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും, വ്യത്യാസം 1,67,400. സോ ആ 1,67,400 നമുക്ക് 9,300 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും 18. ഓക്കെ, ഇതവിടെ കണ്ടു വയ്ക്കുന്നതല്ലാണ്. ഇത് പിന്നീട് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ വരുന്ന കണക്കിലൊക്കെ നമുക്ക് ഇത് പിന്നീട് പ്രോസസ്സിലേക്ക് ഇട്ട് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ കണ്ടു പഠിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും. ഓക്കെ, സോ ഇതാണ് നമ്മളെ പ്രോസസ് പി അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു പ്രോസസ്സിലേക്ക് മാറിയല്ലോ, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക്, പ്രോസസ് പിന്ന് പ്രോസസ് ക്യൂക്ക് ട്രാൻസ്ഫർ ടു പ്രോസസ് ക്യൂ, അതാണ് ഈ സാധനം. ഇനി നമ്മൾ പ്രോസസ് ക്യൂവിൻ്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നേരിട്ട് ഇത് ആദ്യം ഇവിടെ ഈ സൈഡിൽ വരും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ കണ്ടില്ലേ 9,300, 1,67,400 അതാദ്യം വരും. ദെൻ ബാക്കിയുള്ളതൊക്കെ 38,000, 20,000, 17,795 ഒക്കെ നമ്മൾ യഥാക്രമം മെറ്റീരിയൽ, വേജസ്, ഓവർഹെഡ് അതൊക്കെ അതേപോലെ എഴുതുക. നോർമൽ ലോസ് ഉണ്ട് നമുക്കറിയാം 5%. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 9,300 ഉണ്ടല്ലോ, ഈ 9,300 പുതിയ യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ 5% എടുക്കേണ്ടത്. അപ്പോൾ 465 കിട്ടും. അതിന് 10 രൂപ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, അത് മറക്കരുത്. സ്ക്രാപ്പ് വാല്യൂ മാറുന്നുണ്ട്, പ്രധാനമായിട്ടും അത് ശ്രദ്ധിക്കണം. അപ്പോൾ 10 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 4,650 കിട്ടി. ഓക്കെ, പിന്നെ നമുക്കുള്ളത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക്, നെക്സ്റ്റ് പ്രോസസ്സ് ഇല്ല, 2 പ്രോസസ്സുണ്ട്. അതുകൊണ്ട് ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ട് മാറി കേട്ടോ. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് എഴുതിയത്. അത് 9,000 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്, ഇപ്പോൾ ഇതായി, ഇത്രയും കാര്യങ്ങളായി, ഇതായി. ഇനി നമുക്ക് അബ്നോർമൽ ലോസ് ആണോ ഗെയിൻ ആണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്തു പ്രോസസ് ക്യൂവിൻ്റെ. നമ്മൾ യൂണിറ്റ് ഇൻപുട്ട് 9,300 ഇതായി. ഓക്കെ, അതിന് നോർമൽ ലോസ് കുറച്ചു, അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് കിട്ടി. നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ട് 9,000, നമ്മൾ ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുള്ള 9,000 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ലാഭമാണ് 165 അബ്നോർമൽ ഗെയിൻ. അപ്പോൾ അങ്ങനെ അബ്നോർമൽ ഗെയിനും കിട്ടി. ഇനി ഈ അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ ഈ സാധനം എങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ദ വാല്യൂ ഓഫ് നോർമൽ ഗെയിൻ, പ്രോസസ് കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിലുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രോസസ് കോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ കേട്ടോ, അബ്നോർമൽ ഗെയിൻ. അപ്പോൾ ഇവിടെ എത്രയാണ് പ്രോസസ് കോസ്റ്റ്? ഇവിടെ ശ്രദ്ധിക്കണം, ഈ എമൗണ്ട് എടുക്കുമ്പോൾ ഇത്രയും ഭാഗം മാത്രം ഇവിടെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ചെറിയ പേരൊന്ന് മാറ്റാൻ വരുത്തിയത്. നമ്മൾ പ്രോസസ് കോസ്റ്റിനാക്കി, പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് മാത്രം. ഓക്കെ, ദെൻ അതിന് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഇതാണ് 4,650.
ദെൻ നോർമൽ ഔട്ട്പുട്ട്, നമുക്കറിയാം നോർമൽ ഔട്ട്പുട്ട്. ദെൻ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ് ഇതാ പറയുന്നത്. അപ്പോൾ അത് ഒക്കെ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് 4455. ഓക്കെ, ഇതാണ് ഈ സാധനം 4455. അപ്പോൾ അതിനെ നമ്മൾ ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 27 യൂണിറ്റ് എന്നുള്ള കറക്റ്റായിട്ടാണ് കിട്ടും. ഓക്കെ, ദെൻ നമ്മളെന്താണ് ഇപ്പോൾ ഇതൊക്കെ ആയി നമ്മളത് ഇത് ബാലൻസ്. ഇനി ഇവിടെ എന്താണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താണ് ഇത് 2,43,000 അതിൻ്റെ ബാലൻസ് ആയിട്ട് കിട്ടും. ഈ രീതിയിലും അത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് പ്രോസസ് ക്യൂ അക്കൗണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെയൊക്കെ ഒരു ടെക്നിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അബ്നോർമൽ ലോസ് അക്കൗണ്ടും അതുപോലെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളതിൻ്റെ ജേർണലിറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതൊന്ന് ഓർമ്മിച്ചെടുക്കുക, എങ്ങനെയാണ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടൊക്കെ എന്തൊക്കെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. നോക്കുക, അബ്നോർമൽ ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്ത്. അബ്നോർമൽ ലോസിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് പ്രോസസ് 1 വരും അല്ലേ. അബ്നോർമൽ ലോസ് കണ്ടില്ലെങ്കിൽ ഇവിടെ ഈ സാധനമാണ് ഇവിടേക്ക് വരുന്നത്. ഇതൊരു അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങനെ വരും. ഇതിപ്പോൾ താഴത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ സാധനം താഴത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടാണ് വരിക അല്ലേ. ഓക്കെ, സോ ഇതാണ്. ദെൻ അതിന് എന്താണ് സ്ക്രാപ്പ് വാല്യൂ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് 4 രൂപ. അപ്പോൾ 200 × 4 അതാണ് 800 ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഈ ഭാഗത്ത് കാണുന്നുണ്ട്. അബ്നോർമൽ ഗെയിൻ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഇവിടെ പ്രോസസ് ക്യൂ എന്നാണല്ലോ വരുന്നത്. അതുകൊണ്ട് ക്രിയേറ്റീവ് ഭാഗത്ത് പ്രോസസ് ക്യൂ 125 4425. ദെൻ ഒരു പ്രത്യേക കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ് 165. അത് നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണോ ആ പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള എമൗണ്ട് നോർമൽ ലോസിലേക്ക് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ടു നോർമൽ ലോസ് എന്ന് എഴുതാൻ കാരണം. 165 × 10. ഈ 10 എങ്ങനെ വരുന്നത്? ഈ സമയത്ത് ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 10 ആയിട്ടാണ് വന്നത്. സോ നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ടുള്ള 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് തുല്യമായിട്ടൊരു എമൗണ്ട് ഇവിടെ മാറ്റിച്ചു 1650. അത്രേ ഉള്ളൂ ഇതിൽ. ദെൻ ഇതിനെ ബാലൻസ് ചെയ്ത് ബാലൻസ് നമുക്ക് എന്തിലേക്ക് മാറ്റാം? ഓക്കെ, കോസ്റ്റിംഗ് പി ആൻഡിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്താ ചെയ്യാം, നമുക്ക് അബ്നോർമൽ ലോസ് അക്കൗണ്ടും അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സംഭവം.